להישאר במציאות העגומה הזו. אתם חושבים שישארו שם? ואם אתם מצפים שעוד חודש ימים 10,000 שישארו ככה, שישארו 10 אנשים. אלה שלא יכולים ללכת בלבד. כי כבר עכשיו יזכרו את הבומים כל יום. പ്രാദേശിക ഭരണകൂടം ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതിൻ്റെ രണ്ടാമത്തെ വേർഷനാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇദ്ദേഹം ലെബനാൻ അതിർത്തിയിലുള്ള കിരിയാത്ത് ഷെമോണ എന്ന കോർപ്പറേഷനിലെ മേയറാണ്. 2018 മുതൽ ഇദ്ദേഹം അധികാരത്തിലുണ്ട്. അവിച്ചായി സ്റ്റേൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹമാണ് പരസ്യമായ രീതിയിൽ ചാനലിന് അഭിമുഖം കൊടുത്തുകൊണ്ട് ക്രോശത്തോടു കൂടി ഇസ്രായേൽ ഗവൺമെൻറ് പട്ടാളത്തെ ബലി കൊടുക്കുന്നു എന്ന തരത്തിൽ പ്രതികരിച്ചത്. വലിയ രീതിയിൽ വിവാദമാവുകയും സർക്കാർ തലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ഒരു പ്രസ്താവന. അദ്ദേഹം പറയുന്നു, ഇവിടുത്തെ പൂർണ്ണമായിരിക്കുന്ന അധികാരം തനിക്കാണ്, തന്നോട് ആലോചിക്കുക പോലും ചെയ്യാതെയാണ്, പ്രത്യേകമായിരിക്കുന്ന സുരക്ഷാ സംവിധാനം പോലും സൈനികർക്ക് നൽകാതെ ആട്ടിൻ പറ്റത്തെ പോലെ ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ മുൻപിലേക്ക് ഇസ്രായേൽ സൈന്യത്തെ ഇട്ടുകൊടുക്കുന്നു. വലിയ രീതിയിലുള്ള ആക്രമത്തിൽ പെടഞ്ഞു മരിക്കുന്ന സൈനികരെ കാണുന്ന ഒരു സ്ഥിതിയാണ് തനിക്കുള്ളത് എന്നുകൂടി അദ്ദേഹം പരാമർശിക്കുന്നു. 2018 മുതലാണ് ഇവിടെ അധികാരം ഇദ്ദേഹത്തിന് കിട്ടുന്നത്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 2000 UN നിർദ്ദേശപ്രകാരം ഇസ്രായേൽ ലെബനാനിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം ഉണ്ടായിരിക്കുന്ന പ്രദേശത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ് ഈ പറയപ്പെട്ട കിരിയാത്ത് ഷെമോണ എന്ന് പറയുന്ന കോർപ്പറേഷന്റെ അതിർത്തി. ഈ അതിർത്തിയുടെ അധികാരം പറഞ്ഞു 2018 മുതൽ ഇദ്ദേഹം അധികാരത്തിൽ വരുന്നു. അതിനോടനുബന്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാനിവിടുത്തെ പിതാവിനെ പോലെ ഈ ദേശത്തെ കരുത്തുറ്റതാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അധികാരങ്ങൾ സർക്കാർ നൽകിയിരുന്നു. എന്തൊക്കെയാണ് ഉത്തരവാദിത്വം എന്ന് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നതിൻ്റെ കുറഞ്ഞ ക്ലിപ്പ് മാത്രമാണ് നമ്മളിവിടെ വെച്ചത്. അങ്ങനെ വെക്കാൻ പറ്റൂ, അത് ലീഗലായിരിക്കുന്ന കുറേ വിഷയങ്ങൾ അതിനോടനുബന്ധിച്ചുണ്ട് എന്നതിനാൽ. റോഡ്, വെള്ളം, വൈദ്യുതി ഇദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. സ്കൂള്, ആരോഗ്യം, മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട മേഖല, സുരക്ഷാ വിഭാഗത്തിൻ്റെ പോലീസ് നിയമസംബന്ധമായിരിക്കുന്ന ആ കാര്യങ്ങൾ, നഗരത്തിലെ ബജറ്റ് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതെങ്ങനെ നടപ്പിലാക്കണം എന്നതിൻ്റെ ഉത്തരവാദിത്വം, ജനങ്ങളുടെ സംരക്ഷണവും, അത് സ്വത്താണെങ്കിലും ജീവനാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അവിടെ എന്തെങ്കിലും യുദ്ധം പോലെയുള്ള പ്രശ്നങ്ങളോ അങ്ങനത്തെ ഉണ്ടാവുകയാണെങ്കിൽ ഷെൽട്ടറിലേക്ക് അഭയം തേടാൻ വേണ്ടിയിട്ടുള്ള ഷെൽട്ടർ സംവിധാനങ്ങൾ. അപ്പോൾ അവിടെ ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്വം, അങ്ങനെ ഒരുപാട് ലിസ്റ്റ് പറയുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ കൃത്യതയോടുകൂടി തന്നെ ഞാൻ നിർവഹിച്ചു വരുന്നുണ്ട് എന്ന് സാരം. 24,000 ജനങ്ങളാണ് ഈ നഗരപ്രാന്ത പ്രദേശത്തിലുള്ളത്. അതിൽ 95% ജൂതന്മാരാണ്. 1% മുതൽ 2% വരെ മുസ്ലിങ്ങളും 1% മുതൽ ഏകദേശം 1.5% വരെ ക്രിസ്ത്യാനികളും ഇവിടെ ജീവിക്കുന്നു. 2 മുതൽ 5 കിലോമീറ്റർ ദൂരമാണ് ലെബനാനിൽ നിന്ന് ഈ പറയപ്പെട്ട നഗരത്തിലേക്ക് അഥവാ കിരിയാത്ത് ഷെമോണ എന്ന പ്രദേശത്തിലേക്കുള്ള ദൂരപരിധി. എന്ന് വെച്ചാൽ നടന്നു വരാനേ ഉള്ളൂ എന്ന് ചുരുക്കം. ഇവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ ആവശ്യമായിരിക്കുന്ന സാഹചര്യ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ഉണ്ടാക്കി കൊടുത്തു. കാര്യം എന്ന് വെച്ചാൽ ഇവരങ്ങോട്ട് ആക്രമിച്ചു. ഇവരാക്രമിച്ചെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ആക്രമണമല്ല, പ്രദേശം പിടിച്ചെടുക്കാൻ പാകത്തിലുള്ള ആക്രമ പരമ്പരയാണ് യഥാർത്ഥത്തിൽ ആരുണ്ടാക്കുന്നത്, ഇസ്രായേൽ ഉണ്ടാക്കുന്നത്. ടാങ്കറുകളും ആകാശത്തിലുള്ള യുദ്ധവിമാനങ്ങളും അതോടൊപ്പം സൈനികരും ലെബനാന്റെ അതിർത്തിയിൽ UN സഭ നിർദ്ദേശിക്കപ്പെട്ട പ്രദേശത്തിനും അപ്പുറം പിടിച്ചെടുക്കാൻ പാകത്തിൽ അവർ മുന്നേറി. ഒരു പരിധിവരെ മുന്നേറി ജയിക്കാൻ വേണ്ടി സാധിച്ചു. പല പ്രദേശത്തിലും ആകാശത്തിലൂടെ ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേൽ ബോംബിട്ടു. ചില ബിൽഡിങ്ങുകളൊക്കെ തകർന്നു. മരണം റിപ്പോർട്ട് ചെയ്തു. 17, 27, 30 അങ്ങനെ പോകുന്ന മരണങ്ങളൊക്കെ. ഒരു പരിധി കഴിഞ്ഞ സമയത്ത് അവിടെ ബ്ലോക്കായി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവരുടെ മുമ്പിലും ബാക്കിലും ഹിസ്ബുള്ള ഇവരെ വളഞ്ഞു. മുന്നോട്ട് പോകാൻ പറ്റാതായി. മർക്കോവ ടാങ്ക് പൊട്ടിത്തെറിക്കുന്നതും സൈനികരിങ്ങനെ ചിന്നിച്ചിതറുന്നതും കൃത്യമായ രീതിയിൽ കാണുന്ന തരത്തിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിനൊക്കെ അദ്ദേഹം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. ഒരുപാട് സൈനികർ ഇപ്പോൾ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. ഇവരെ സംബന്ധിച്ച് പരിക്കേറ്റ സൈനികർക്ക് വേണ്ട ചികിത്സ നൽകുന്നില്ല. മേഖലയിൽ സൈന്യം ഒറ്റപ്പെട്ടു പോകുന്നു. സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിർദ്ദേശം നൽകുന്നില്ല. മേയറുമായി ലിങ്ക് ചേർന്നുകൊണ്ടല്ല ഈ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ, എത്ര സൈന്യം ലെബനാൻ്റെ അതിർത്തി കയറിക്കൊണ്ട് ലെബനാനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം ഞാനാണ് അവിടുത്തെ അവസാനത്തെ കോർപ്പറേഷൻ്റെ മേയർ.
കിരിയാത്ത് ഷമോണ എന്ന് പറഞ്ഞ കോർപ്പറേഷൻ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ ലെബനാൻ്റെ അതിർത്തി തുടങ്ങി. അപ്പോൾ ഞാനാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഈ ജനങ്ങൾക്ക് സുരക്ഷിതം കൊടുക്കേണ്ടത് ഞാനാണ്, സൈനികർക്ക് സുരക്ഷിതം കൊടുക്കേണ്ടത് ഞാനാണ്. എന്നോടൊന്നും സംസാരിക്കുന്നില്ല, ചോദിക്കുന്നില്ല. ഇതാണ് അദ്ദേഹത്തിന് പ്രധാനമായിരിക്കുന്ന പരിപാടി. ടാങ്കുകൾ തകർക്കുന്നതിൻ്റെ മാരകമായിരിക്കുന്ന ശബ്ദം കേട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഡ്രോണ്, ഈ ഇറാൻ്റെ ഡ്രോണിനെ കുറിച്ച് അവർ പറയുന്നത് വളരെ കൃത്യതയോടുകൂടി ഡ്രോൺ താഴ്ന്ന് പറന്നുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്നു. അതുകൊണ്ട് എന്താവുന്നില്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ സാധിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഒറ്റപ്പെട്ട യുദ്ധങ്ങളാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ അഭിമുഖീകരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യതയോട് കൂടിയിട്ട് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് അവരുടെ ഈ യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ ഡ്രോണുകളോ വരുന്നത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം അവരുടെ കൈവശത്തിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നശിപ്പിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു. ഒരു ഭാഗത്ത് ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമ പരമ്പരകൾ ഇറാൻ്റെ ഭാഗത്ത് വരുന്ന സമയത്ത് അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ മേഖലത്തെ കിരിയാത്ത് ഷമോണ മേഖലയൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തിന് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ബലി കൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തെ ഹിസ്ബുള്ള ഗ്രൂപ്പിന് അല്ലെങ്കിൽ ലെബനാൻ അതിർത്തിയിലേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. ഗസ ഭാഗത്ത് നിന്ന് ചില സൈനികരും ഇതിൽ ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നു. കാര്യം എന്ന് വെച്ചാൽ ഗസയിൽ ഇപ്പോൾ വെറുതെ കുത്തിരിക്കുകയാണ് ഒരുപാട് സൈനികർ. 25,000 ഉണ്ടെന്ന് പറയുന്നു, ചില റിപ്പോർട്ടിനകത്ത് 40,000 എന്നൊക്കെ പറയുന്നു. ആ സൈനികർ വെറുതെ ഇരിക്കുന്നതിൽ നിന്ന് ആരും അറിയാത്ത രീതിയിൽ ചെറിയ പിന്മാറ്റങ്ങൾ അവിടെ നിന്ന് ഉണ്ടാവുകയും അവരെ ലെബനാൻ അതിർത്തിയിൽ വിന്യസിപ്പിക്കുകയും, അതിർത്തിയിലല്ല വിന്യസിപ്പിക്കുന്നത്, അതിർത്തി കടന്നുകൊണ്ട് ലെബനാനിലേക്ക് കയറി ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവെങ്കിലും പിടിച്ചെടുക്കാൻ പാകത്തിലുള്ള യുദ്ധമാണ് തങ്ങൾ ആരംഭിച്ചത് എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു. പിന്നീട് അയാളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഈ മീഡിയകൾക്ക് മുമ്പിൽ എത്തിയിട്ട് വലിയ രീതിയിൽ വാഗ്വാദം നടക്കുന്നു, പച്ചക്കള്ളം വിളിച്ചു പറയുന്നു, അതോടൊപ്പം തന്നെ നടക്കാത്ത സംഭവങ്ങൾ പറയുന്നു, രാജ്യത്ത് നടക്കുന്ന ദുരന്തങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും പറയാതിരിക്കുന്നു, ഇസ്രായേൽ സൈന്യത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നില്ല, അവർക്ക് പരിക്കേറ്റവരെ കുറിച്ച് പറയുന്നില്ല, നാശനഷ്ടം ഉണ്ടായതിനെക്കുറിച്ച് പറയുന്നില്ല. ഞങ്ങൾ നേടിയിരിക്കുന്നു, ഞങ്ങൾ മുന്നേറിയിരിക്കുന്നു, നാളെ ഇറാൻ വീഴാൻ പോവുകയാണ്, മറ്റന്നാൾ വീഴാൻ പോവുകയാണ്, പരമാവധി ലെബനാൻ്റെ പ്രദേശം ഞങ്ങളുടെ കൈവശത്തിലാണ്, ഇനി അവിടെ കൊടി കുത്തേണ്ട കാര്യമുള്ളൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും ലോകത്തോട് പറയുന്നത് ആവേശപൂർവ്വം ലോകം കേൾക്കുന്നതല്ലാതെ ഒന്നുപോലും വിശ്വസിക്കുന്നില്ല. കാര്യം പറഞ്ഞ വീണ്ടും മാറ്റി പറയുന്നു. അടിസ്ഥാനപരമായ രീതിയിലുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഇസ്രായേലിലെ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റോ സാധിക്കുന്നില്ല. അവിശ്വസനീയമായിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്, സ്വപ്നതുല്യമായിരിക്കുന്ന കാര്യങ്ങൾ. എന്താ ഇപ്പോൾ അവസാനമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്, ഇറാൻ്റെ ആത്മീയ നേതാവാകാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൽ നിന്ന് മാറി നിന്നതാണ്. അത്രക്ക് വിവരക്കേട് വിളിച്ചിങ്ങനെ പറയുകയാണ്. ലോകം കോമാളിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ 2 രാഷ്ട്ര നേതാക്കന്മാർ ഇപ്പോൾ കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ യാതൊരു അടിസ്ഥാനവുമില്ല. ജയിക്കാൻ പറ്റാത്ത യുദ്ധത്തിന് മുൻപിലാണ് ഇപ്പോൾ അവരുള്ളത്. ബലിയാടായി കൊണ്ടിരിക്കുകയാണ്. എത്ര ആളുകൾ ഇസ്രായേൽ മരിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ രീതിയിലുള്ള കണക്ക് പുറത്ത് ഇസ്രായേൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ യുദ്ധം അവസാനിക്കും. കാരണം അത്രക്ക് ഭയാനകരമാണ് അവിടുത്തെ മരണസംഖ്യ, പരിക്കേറ്റവരുടെ സംഖ്യ, ജനങ്ങൾക്കുള്ള പ്രയാസങ്ങൾ, വീടുകൾ തകർന്നത്, ബിൽഡിങ്ങുകൾ തകർന്നത്, സർവ്വ മേഖലയും തകർന്ന് തരിപ്പണമായി അഭയാർത്ഥികളെ പോലെ 100,000-ലധികം ആളുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നിസ്സാരമല്ല. ഇപ്പോൾ ചില റിപ്പോർട്ട് പറയുന്ന 5 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരത് വിശ്വസിച്ചിട്ടില്ല, അവരത് പറഞ്ഞിട്ടില്ല, അവർ പറയുന്നു, ലോകത്ത് വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ ഈ മേഖലയെക്കുറിച്ച് അവർ പറയുന്നത് എങ്ങനെയാണ്, യുദ്ധത്തിൻ്റെ കെടുതി കാരണം റോഡ് അപ്പാടെ തകർന്നിരിക്കുന്നു, സർക്കാർ സ്ഥാപനങ്ങൾ തകർന്നിരിക്കുന്നു, വിദ്യാഭ്യാസ മേഖല അടച്ചിരിക്കുന്നു, യാത്രാ സൗകര്യം ഇല്ലാതായിരിക്കുന്നു, പട്ടിണിയിലേക്ക് രാജ്യം മാറുന്നു. ഈ പ്രദേശത്തിൻ്റെ പല മേഖലയിലും കുടിവെള്ളമില്ലാത്ത, കറണ്ടില്ലാത്ത കുറേ പ്രയാസങ്ങളുണ്ട്. ചില സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ മേഖലയിലേക്ക് ഉണ്ടാകുന്നുണ്ട്, തിരിച്ചടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ആളുകളെ, സാധാരണക്കാരെ തട്ടിക്കൊണ്ടു പോകുന്ന, റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന കുട്ടികളെയൊക്കെ വാഹനത്തിൽ വന്നിട്ട് തട്ടിക്കൊണ്ടു പോകുന്ന തരത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്ന ഇസ്രായേൽ സൈനികർ ഹിസ്ബുള്ള ഗ്രൂപ്പ് റാഞ്ചിക്കൊണ്ടുപോകുന്നത് ഇവിടെ നിത്യ കാഴ്ച പോലെയാണ്. അത്രയ്ക്ക് ഭയാനകരമായിരിക്കുന്ന സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടും ഇസ്രായേൽ ഗവൺമെൻറ് കണ്ണടച്ച് നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവരെ ബലിയാടാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ വിട്ടുകൊടുത്തത്? ആ തരത്തിൽ വൈകാരികമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിച്ചായി സ്റ്റേൺ പ്രതികരിച്ചത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ഈ മേയർ സ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കുന്നു. പക്ഷേ രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ അതിനേക്കാണ് വരിക, ഇത്രയെങ്കിലും കുറച്ചെങ്കിലും പറയാൻ ആളില്ലാത്തൊരു സ്ഥിതി വരും എന്ന് പേടിച്ചിട്ടാണ് ഈ പണി ചെയ്യാത്തത്.
അങ്ങനെ വൈകാരിക തലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. പ്രാദേശിക ഗവൺമെൻറ്റും സംവിധാനങ്ങളും അപ്പാടെ ഇസ്രായേൽ ഗവൺമെൻറ്റിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരം ഒരു പ്രാദേശിക ഗവൺമെൻറ് എല്ലാം പരസ്യമായ രീതിയിൽ ഇസ്രായേൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.